ലക്ഷ്യ സ്കൂൾ ട്യൂഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്പർ എഴുതുന്നു. നമ്പർ സപ്പോസ് 6. അപ്പോൾ 6 എന്ന നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചിട്ട് 6ൻ്റെ എന്ത് എഴുതാം? ഫാക്ടേഴ്സ് എഴുതാം. സോ ഫാക്ടേഴ്സ് എഴുതാമല്ലോ. ഫാക്ടേഴ്സ് 6ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പം ഉറപ്പായിട്ട് 1 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. കാരണം 2ന്റെ ടേബിളിൽ 6 വരും, 3യുടെ ടേബിളിൽ 6 വരും, 6ന്റെ ടേബിളിൽ 6 വരും. അപ്പം 1ഉം 2ഉം 3ഉം 6ഉം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 6 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരു നമ്പർ എടുക്കാം. ഫാക്ടേഴ്സ് ഓഫ് 9 എടുക്കുന്നു. സോ 9 എന്ന് പറയുമ്പോൾ 1ന്റെ ടേബിളിലുണ്ട്, ടേബിൾ ഓഫ് 3യിൽ 9 വരും, ടേബിൾ ഓഫ് 9ൽ എന്ത് വരും? 9 വരും. അപ്പൊ നമ്മൾ നോക്കി 2 നമ്പർ എടുക്കുന്നു. ഈ 2 നമ്പർ 6ഉം 9ഉം എടുത്തപ്പോ 6ന്റെ ഫാക്ടേഴ്സിൽ ആരൊക്കെയുണ്ട്? 1, 2, 3, 6. ഫാക്ടേഴ്സ് ഓഫ് 9 എന്താ? 1, 3, 9. നോക്കിയ നിങ്ങൾ, ഇവിടെ ഒരു 1 ഇവിടെയും വന്നു, ഇവിടെയും വന്നു, 3 ഇവിടെയും വന്നു, ഇവിടെയും വന്നു. അപ്പൊ എന്താ അതിന്റെ മീനിങ്? 1ഉം 3ഉം എന്താ? ഇവിടെ കോമൺ ഫാക്ടേഴ്സ് ആണ്. അപ്പോ 2 നമ്പറിന്റെ ഫാക്ടേഴ്സ് നോക്കിയപ്പോ അവിടെ എന്തുണ്ട്? കുറച്ച് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ള കോമൺ ഫാക്ടേഴ്സിൽ ആരാ വലുത്? വിച്ച് വൺ ഈസ് ഹൈയസ്റ്റ്? 3 അല്ലേ? അപ്പൊ 3യെ വിളിക്കുന്ന പേരാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടേഴ്സിൽ ഹയർ വൺ എന്ന് പറഞ്ഞാൽ ഉള്ള കോമൺ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും വലുത്, അതാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോ വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 6 and 9? ഇറ്റ് ഈസ് 3. സോ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് HCF എന്ന് വിളിക്കുന്നതിനെ, HCF. അപ്പൊ HCF ഓഫ് 6, 9 എന്താ ആൻസർ? 3. അപ്പോ 6ന്റെയും 9ന്റെയും HCF എന്താണ്? 3 ആണ്. അതിങ്ങനെ നമുക്ക് എഴുതാം, ഇത് കണ്ടുപിടിക്കാം ഇങ്ങനെ. കോമൺ ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. പക്ഷേ നമ്പറുകളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ, ഇത് 6ഉം 9ഉം ഒക്കെ സിമ്പിൾ നമ്പേഴ്സാ, ചെറിയ നമ്പേഴ്സാ. ഇപ്പൊ തോറും നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതുന്ന ഒരു ഐഡിയ എന്ത് ചെയ്യും? നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളത് വഴി എന്ത് ചെയ്യും? പറയും. ഇവിടെ നോക്കി, ഒരു 180 ഉണ്ട്. 180 എങ്ങനെ എഴുതിയിരിക്കുന്നത്? 2 square into 3 square into 5, 189. 3 cube into 7. അപ്പൊ നോക്കുമ്പോൾ ഇവിടെയും ഉള്ള കോമൺ പ്രൈം ആരാ? ഇവിടെ 2, 3, 5, ഇവിടെ 3, 7. അപ്പൊ ആരാ ഉള്ളത്? 180 ആവുമ്പം ഇവിടെ 2ഉം 3ഉം 5ഉം, 189 ആകുമ്പോഴത്തേക്ക് 3ഉം 7ഉം. സോ ഇവിടെ കോമൺ ആരാ? 3 ആണ് കോമൺ. അപ്പൊ 3 എഴുതി. ഇനി എന്ത് ചെയ്യണം? അവന്റെ ലോവസ്റ്റ് പവർ. സോ ഇവിടെ സ്ക്വയർ, ഇവിടെ ക്യൂബ്. ആരെഴുതും? അപ്പോ ഈ സ്ക്വയർ ഇവിടെ എഴുതും. ഇതാ കണ്ടോ? 3 square. വാട്ട് ഈസ് ദിസ്? 9. സോ വാട്ട് ഈസ് ദ HCF ഓഫ് 180 and 189? ഇറ്റ് ഈസ് 9. സിമിലർ വൺ ദാ 80 എങ്ങനെ എഴുതാം? 80 is equal to 2 raised to 4 times 5, 72. 2 cube times 3 square, 108. 2 square times 3 cube. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 3 നമ്പർ ഉണ്ട്. 3 നമ്പർ ആകുമ്പോഴും നോക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. 3 നമ്പറിലും കോമൺ വരുന്ന ആരാ? ഇവിടെ 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. അപ്പം എന്ത് എഴുതാം? 2 എഴുതി വെച്ചു. 5 നോക്കിയാൽ ഒന്നാമത്തെ മാത്രമേ 5 ഉള്ളൂ, ഇവിടെ 5 ഇല്ല, 5 ഇല്ല. 3 നോക്കിയാൽ ഇവിടെ 3 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. അപ്പൊ എന്ത് ചെയ്യാക്കൂല? വേറെ ഒന്നും എഴുതാക്കത്തില്ല. സോ ഇവിടെ ഉള്ള പ്രൈം ആരായിരുന്നു? 2 മാത്രമേ ഉള്ളൂ കോമൺ, അത് എഴുതി. ഇനി 2 square ഉണ്ട്, 2 cube ഉണ്ട്, 2 raised to 4 ഉണ്ട്. വിച്ച് വൺ ഈസ് ലീസ്റ്റ്? 2 square. അപ്പൊ ആരെഴുതാം? 2 square എഴുതാം. സോ വാട്ട് ഈസ് ദ HCF ഓഫ് 80, 72, 108? ഇറ്റ് ഈസ് 2 square, which is 4. സോ ദിസ് ഈസ് ദ ഐഡിയ. ഇതാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പോൾ HCF എന്ന് പറഞ്ഞ ഐഡിയ ഞാൻ അവിടെ പറഞ്ഞു. അതിന്റെ 2-3 എക്സാമ്പിൾസ് കാണിച്ചു തന്നു. നമുക്ക് വഴി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം, ഇപ്പോ 8 എന്ന നമ്പർ നമ്മൾ എടുത്തു. ഇതിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാ? ഫാക്ടേഴ്സ് ഓഫ് 8. ഫാക്ടേഴ്സ് ഓഫ് 8. ഫാക്ടേഴ്സ് ഓഫ് 8 എടുക്കുമ്പോൾ അത് 1 വരും, 2 വരും, 4 വരും, 8 വരും. ഫാക്ടേഴ്സ് ഓഫ് 9 എഴുതുമ്പോൾ 1 വരും, 3 വരും, 9 വരും. നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് കോമൺ ഫാക്ടർ എന്ന് പറയാൻ ആര് മാത്രമേ ഉള്ളൂ? ഒരു 1 മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു 1 മാത്രമേ എന്തുള്ളൂ? ഒരു കോമൺ ഫാക്ടർ പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന്റെ 8ന്റെയും 9ന്റെയും നിങ്ങൾ HCF കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? It is 1.
അപ്പോൾ HCF 1 കിട്ടുന്ന എന്തുണ്ട്? കുറെ നമ്പേഴ്സ് ഇല്ലേ? രണ്ട് നമ്പർ നിങ്ങൾ എടുക്കുന്നു, എയും ബിയും. HCF ഓഫ് AB നിങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഈ 8ഉം 9ഉം 8ഉം 9ഉം അടുത്ത നമ്പേഴ്സ് ആണ്, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ? അല്ല, അങ്ങനെ അല്ല. നമുക്ക് വേറെ എന്ത് ചെയ്യാം? നമ്പേഴ്സ് നോക്കാം. 8ഉം 9ഉം മാത്രമേ പ്രശ്നമുള്ളൂ. നോക്കാം നമുക്ക്. സപ്പോസ് ഒരു നമ്പർ 12 എടുക്കുന്നു. 12 എടുക്കുമ്പം ഫാക്ടേഴ്സ് എന്ത് വരും? ഫാക്ടേഴ്സ് 12ന്റെ ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ 1 2 3 6 12. ഓക്കെ, നെക്സ്റ്റ് നമ്പർ നമുക്ക് എന്ത് എഴുതാം? ഒരു 35 എഴുതാം. 35 ഇവിടെ നോക്കുമ്പോൾ 1 5 7 35. സോ ഇവിടെ ഫാക്ടേഴ്സ് നോക്കിയാൽ 12ഉം 35ഉം അടുത്ത നമ്പർ ഒന്നും അല്ല, അടുത്തുള്ള നമ്പേഴ്സ് ഒന്നും അല്ല, ദൂരമുള്ള നമ്പേഴ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് എഴുതിയപ്പോൾ 1 2 3 6 12, ഇവിടെ എഴുതിയപ്പോൾ 1 5 7 35. സോ ഇവിടെയും എന്തേ ഉള്ളൂ? കോമൺ ഫാക്ടർ ഒന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? HCF ഓഫ് 12,35 ഈസ് 1. അപ്പൊ രണ്ട് നമ്പറിന്റെ കോമൺ ഫാക്ടേഴ്സ് 1 വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ പറയുന്നു രണ്ട് നമ്പർ ഓഫ്, ഇപ്പൊ എയും ബിയും രണ്ട് നമ്പർ ആണ്, അവരുടെ HCF 1 ആണ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോപ്രൈംസ്. A and B are said to be co-primes if their HCF is 1. രണ്ട് നമ്പറുകളെ കോപ്രൈംസ് എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ HCF എന്തായിരിക്കണം? അത് 1 ആയിരിക്കണം. സോ if two numbers their HCF is 1, it is they are called co-primes. പരസ്പരം പ്രൈം എന്ന മീനിങ്ങിലാണ്. അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 1 കൊണ്ടേ നമുക്ക് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഒരു നമ്പർ അവിടെ ഇല്ല. ഓക്കെ, കോപ്രൈം. ഇപ്പം രണ്ട് നമ്പറിനെ കോപ്രൈം എന്ന് എപ്പോഴാണ് വിളിക്കുക? HCF കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരണം? ആൻസർ 1 വരണം. അതാണ് കോപ്രൈമിന്റെ ഐഡിയ. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ഐഡിയയിലൂടെ നമ്മൾ പോവുകയാണ്. സപ്പോസ് നമുക്ക് എന്ത് എഴുതാം? 4 എന്ന നമ്പർ എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫാക്ടേഴ്സിനെ വിടുന്നു, പകരം മൾട്ടിപ്പിൾസിനെ പിടിക്കുന്നു. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ എടുക്കാം. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്ത് വരും? അത് 4ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 4 8 12 16 20 എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ? ഇനി വേറൊരെണ്ണം എടുക്കാം. നമുക്ക് 2 വേണ്ട, നമുക്കൊരു 6 എടുക്കാം. 6ന്റെ ടേബിൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ പോകും? 6 12 18 24 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. നിങ്ങൾ നോക്കിയാൽ 4 ടേബിൾ 4 8 12 16 20 24 എഴുതാം. നമുക്ക് 24 എക്സെട്ര ഇങ്ങനെ പോകും. നോക്കൂ, നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതിയപ്പോ രണ്ട് ഡിഫറെന്റ് നമ്പറാ 6ഉം 4ഉം. പക്ഷെ മൾട്ടിപ്പിൾ നിങ്ങൾ എഴുതിയപ്പോ 4ന്റെ മൾട്ടിപ്പിൾ 12 ഉണ്ട്, 6ന്റെ മൾട്ടിപ്പിൾ 12 ഉണ്ട്, 4ന്റെ മൾട്ടിപ്പിൾ 24 ഉണ്ട്, 6ന്റെ മൾട്ടിപ്പിൾ 24 ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? 4നും 6നും കുറച്ച് കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ട്. അത് ആരൊക്കെയാ? 12 24. കാണുമ്പോൾ മനസ്സിലായി, 12 24. സോ നെക്സ്റ്റ് വൺ ഈസ് 36. അപ്പൊ അങ്ങനെ എന്തുണ്ട്? കുറെ കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം 4ന്റെയും മൾട്ടിപ്പിൾസ് ആണ്, 6ന്റെയും മൾട്ടിപ്പിൾസ് ആണ്. അപ്പോ 4ന്റെയും മൾട്ടിപ്പിൾ ആണ്, 6ന്റെയും മൾട്ടിപ്പിൾ ആണ്, വിച്ച് മീൻസ് ദേ ആർ ദ കോമൺ മൾട്ടിപ്പിൾസ്. അപ്പോ നമുക്ക് അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാകും. ഈ കോമൺ മൾട്ടിപ്പിൾസിൽ ഒരാൾ ചെറുതല്ലേ? അപ്പോ രണ്ട് നമ്പർ എടുക്കുന്നു തൽക്കാലം, അവരുടെ കോമൺ മൾട്ടിപ്പിൾസ് എഴുതി. അവിടെ ഉള്ള കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത്, ലോവസ്റ്റ്. അപ്പൊ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ ദിസ് ഈസ് കാൾഡ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 4 and 6. അപ്പൊ വാട്ട് ഈസ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ? LCM ഓഫ് 4 and 6 ഇറ്റ് ഈസ് 12. 4ന്റെയും 6ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അപ്പൊ ആരായിരിക്കും? അത് 12 ആയിരിക്കും. എങ്ങനെ എഴുതി നോക്കിയാൽ മതി? ടേബിൾ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു, അവിടെ വരുന്ന കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് ആരാണോ അതായിരിക്കും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ ദ കോമൺ മൾട്ടിപ്പിൾ വിച്ച് ഈസ് ദ ലോവസ്റ്റ്, അത്രേ ഉള്ളൂ, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. പക്ഷെ ഇത് ഇവിടെയും പ്രശ്നം വരും. ഇപ്പൊ നമ്പർ ചെറുതാണെങ്കിൽ പ്രശ്നമില്ല, നമ്പറിന്റെ വലിപ്പം കൂടുന്തോറും ഇതും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന് കണ്ടുപിടിക്കാൻ ഇത്രയും നമ്മൾ എഴുതാൻ പോണ്ട. നമുക്ക് എന്ത് അപ്ലൈ മതി? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പ്രൈം ഫാക്ടറൈസേഷൻ എന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ എടുക്കാം. ഓക്കെ, സോ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നോക്കാം. ഇപ്പം 6ഉം 4ഉം ആണ്. നമ്മൾ ആൻസർ എന്ത് കിട്ടി?
6ന്റെയും 4ന്റെയും LCM എന്താ കിട്ടിയത്? 12 കിട്ടി. നമുക്ക് നോക്കാം, മറ്റേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ കിട്ടും. നോക്കാം നമുക്ക്. ശരി, 4 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 2 സ്ക്വയർ. 6 ആവുമ്പം ഇറ്റ് ഈസ് 2 times 3. LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ നമ്പേഴ്സിൽ ഏതൊക്കെ പ്രൈംസ് ഇൻവോൾവ് ആണെന്ന് നോക്കണം. ഇവിടെ ആരാ പ്രൈം? 2 പ്രൈം ആണ്. ഇവിടെ ആരാ പ്രൈം? 2 ഉണ്ട്, 3 ഉണ്ട്. ഇവിടെ ഏതൊക്കെ പ്രൈംസ് ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതും. 2 വന്നു, 3 വന്നു. കാരണം 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഏതൊക്കെ പ്രൈം വരും അതെല്ലാം നമ്മൾ എഴുതും. അപ്പൊ എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പവർ എഴുതിയാൽ മതി. ഇവിടെ 2 എടുക്കുമ്പം ഇവിടെ 2 raised to 1 ആണ്, ഇത് 2 സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ആരെ എഴുതും? 2 സ്ക്വയർ വലുത് എഴുതും. 3 എടുക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്, അപ്പൊ 3 എഴുതി. വേറെ 3 ഇല്ലല്ലോ, അതും 3 തന്നെ എഴുതി. വാട്ട് ഈസ് 2 സ്ക്വയർ? ഇറ്റ് ഈസ് 4. 4 times 3 ഇറ്റ് ഈസ് 12. സോ നമുക്ക് ഈ 12 നേരത്തെ കിട്ടിയായിരുന്നു, പക്ഷെ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പ വഴി? ദിസ് ഈസ് ദ സിമ്പിൾ മെത്തേഡ്. സോ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതിയിട്ട് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാ പ്രൈംസും എഴുതി അവന്റെ എന്ത് എഴുതിയാൽ മതി? ഹയസ്റ്റ് പവർ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? LCM കിട്ടും. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം ലോവസ്റ്റ് LCM ലോവസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ എന്താ എഴുതേണ്ടത്? ഹയസ്റ്റ് പവർ വേണം എഴുതാൻ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഫാക്ടേഴ്സിന്റെ ലോവസ്റ്റ് എഴുതണം. അതൊരു ലോജിക്ക് പോലെ. LCMന് നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്? LCMന് ഹയസ്റ്റ്. LCMന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഹയർ പവർ എടുക്കും. HCF നമ്മൾ എന്തെടുക്കും? HCFന് ലോവർ എടുക്കും. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. The LCM of 2 or more positive integers is defined as the product of the greatest power of each prime factor, common or not common. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ ഉള്ള എല്ലാ പ്രൈമും എഴുതാം നമ്മൾ. ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. കോമൺ ആണെന്ന് പറയുന്നില്ല. അവിടെ ഉള്ള എല്ലാ പ്രൈമും എഴുതുക. അവരുടെ ഹയർ പവർ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? LCM കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. 180 തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു. 180 2 സ്ക്വയർ 3 സ്ക്വയർ 5. ഇവിടെ 3 ക്യൂബ് 7. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഒരു 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇവിടെ 3യും 7ഉം ഉണ്ട്. അപ്പൊ 2 3 5 7. അപ്പൊ എല്ലാം ഉണ്ട്. 2 3 5 7. ഇനി എന്ത് ചെയ്യണം? ഉള്ളതിൽ ഹയർ എഴുതാവൂ. 2ന്റെ ഹയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അത് എഴുതി. 2 സ്ക്വയർ എഴുതി. പിന്നെ 3 സ്ക്വയർ 3 ക്യൂബ്. അപ്പൊ ആരാ ഹയർ? 3 ക്യൂബ് ഹയർ. അപ്പൊ 3 ക്യൂബ് എഴുതി. 5 ഉണ്ട്, 5 എഴുതി. 7 ഉണ്ട്, 7 എഴുതി. പവർ ഉള്ള എല്ലാം എഴുതി. എന്ത് കിട്ടിയ ആൻസർ? 3780. ദിസ് ഈസ് ദ മെത്തേഡ്. ഒന്ന് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ 2 raised to 4 into 5, 2 cube into 3 square, 2 square into 3 cube, 80, 72, 108. 3 നമ്പേഴ്സ്. ഇവിടെ 2 ഉള്ളത് കൊണ്ട് 2 വരണം. 2 എഴുതി. 2ന്റെ ഹയർ പവർ ആരാ? 2 raised to 4 ആണ് ഹയർ പവർ. അപ്പൊ 2 raised to 4 എഴുതി. പിന്നെ എന്തുണ്ട്? 3 ഉണ്ട്, 3 ക്യൂബും 3 സ്ക്വയറും ഉണ്ട്. അപ്പൊ ആരെ എഴുതും? 3 ക്യൂബ് എഴുതും. പിന്നെ എന്താ ഉള്ളത്? ഒരു 5 കൂടെ കിടപ്പുണ്ട്. 5 കൂടെ എഴുതണം. 5 കൂടെ എഴുതി. എന്താ അതിന്റെ ആൻസർ? 2160. അപ്പം ഇത്രയേ ഉള്ളൂ. LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. അവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്ന എല്ലാ പ്രൈമും കൂടെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ എല്ലാ പ്രൈമുകളുടെയും ഹയർ പവർ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? LCM കിട്ടും. ഇത്രയുള്ള ഐഡിയ. ഓക്കെ. The note: 2 numbers A and B are co-primes if HCF of AB equal to 1. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. രണ്ട് നമ്പർ കോപ്രൈം ആവുന്ന എപ്പോഴാണ്? HCF എന്ത് വരണം? 1 വരണം. അപ്പൊ എന്ത് വിളിക്കും നമ്മൾ അതിനെ? കോപ്രൈം എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. പിന്നെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് 6ഉം 13ഉം. 6ന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് 1ഉം 2ഉം 3ഉം 6ഉം വരും. 13 വരുമ്പോൾ 1ഉം 13ഉം വരും. കോമൺ വിച്ച് ഈസ് 1. സോ HCF എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് പറയാം? 6ഉം 13ഉം എന്താണ്? കോപ്രൈംസ് ആണെന്ന് പറയാം. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ മാത്രം ആദ്യം എടുക്കാം. ഓക്കെ. ഇപ്പോ 9 എടുക്കുന്നു, 15 എടുക്കുന്നു. അപ്പൊ 9 എന്ന് പറയുമ്പോൾ എന്താ? അത് 3 സ്ക്വയർ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി. 15 മീൻസ് 3 times 5 ആണ്. അതും എഴുതി. ഫസ്റ്റ് വൺ HCF ആണ്. അപ്പൊ HCF കാണുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടിലും വരുന്ന കോമൺ. അവിടെ 3 സ്ക്വയർ 3. അതാവ് കോമൺ 3 ആണ്. അപ്പൊ 3 എഴുതുന്നു. അവന്റെ ലോവസ്റ്റ് പവർ മീൻസ് ഇവിടെ ഇതാണ് ലോവസ്റ്റ് പവർ. അപ്പൊ 3 എഴുതി. അപ്പൊ HCF 3 കിട്ടി. നെക്സ്റ്റ് LCM ആണ്. LCM എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും എഴുതണം. അപ്പൊ 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 3 എഴുതി, 5 എഴുതി. നെക്സ്റ്റ് അവന്റെ ഹയർ പവർ ആണ്. അപ്പൊ 3 സ്ക്വയർ ഉണ്ട്. അപ്പൊ 3 സ്ക്വയറും 5ഉം. 3 സ്ക്വയർ into 5, 9 into 5, ഇറ്റ് ഈസ് 45. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നൊരു കാര്യം LCM into HCF. എന്താണ്? LCM into HCF എഴുതുന്നു. അപ്പൊ LCM into HCF എഴുതി നോക്കാം. LCM ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? LCM 45, HCF 3 കിട്ടി. അപ്പോ LCM into HCF നോക്കാം. നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഈക്വൽ ടു LCM 45 കിട്ടി നമുക്ക് നേരത്തെ. ഇവിടെ ഉണ്ട്.
LCM എത്രയാണ്? 45 ആണ്. HCF 3 ആണ്. അപ്പോൾ നമുക്ക് LCM ഇൻറ്റു എന്ത് നോക്കാം? HCF നോക്കാം. 45 times 3 ഇറ്റ് ഈസ് 135 ആണല്ലോ. ഇനി നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാ? 9 15 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ നോക്കാം. സോ 9 times 15. അപ്പൊ 15 നോക്കിയേ, 9 times 15 ഈസ് 135. അപ്പോൾ രണ്ട് നമ്പറിന്റെ കേസ് പറയുമ്പോൾ LCM-ഉം HCF മൾട്ടിപ്ലൈ എന്താ കിട്ടുക? നമ്പറിന്റെ എന്ത് കിട്ടും? നമ്പറിന്റെ പ്രൊഡക്റ്റ് കിട്ടൂലേ? കിട്ടും. അപ്പൊ അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് എഴുതാം. രണ്ട് നമ്പറിന്റെ കേസിൽ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ അത് ആ നമ്പറിന്റെ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്പറിനെ A എന്നും B എന്നും വിളിച്ചാൽ LCM ഓഫ് AB ഇൻറ്റു HCF ഓഫ് AB ഈസ് A ടൈംസ് B. LCM-നെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞു വെക്കാം. അതിങ്ങനെയാണ്: HCF ഓഫ് AB ടൈംസ് LCM ഓഫ് AB is equal to A times B. ഇങ്ങനെ ഇക്വേഷൻ പറഞ്ഞു വെക്കാം. അപ്പൊ ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് LCM അറിയാം, നമ്പേഴ്സ് അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? HCF കണ്ടുപിടിക്കാം. ഇനി HCF അറിയാം, നമ്പേഴ്സ് അറിയാമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കാം. ഇനി നമ്പേഴ്സിന്റെ HCF-ഉം LCM-ഉം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സിന് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു നമ്പർ അറിയാം, HCF അറിയാം, LCM അറിയാമെങ്കിൽ എന്ത് പറയാം? അവിടെ നിന്ന് രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് നല്ലൊരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ LCM-ഉം ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HCF ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന അതിനെ പറ്റിയാണ്. ഇതാണ് സാധനം. HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB ഈക്വൽ ടു A ഇൻറ്റു B. ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? HCF ഓഫ് AB ഈക്വൽ ടു A ഇൻറ്റു B ബൈ LCM. അതുപോലെ LCM ഓഫ് AB എങ്ങനെ പറയാം? A ഇൻറ്റു B ബൈ HCF ഇങ്ങനെ പറയാം. അപ്പൊ ഇത് ഇവിടെ നിന്നുള്ളൊരു ഇക്വേഷൻ ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. പലപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇനി ഒരു പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഴുതുമ്പോൾ ഇതിന് ഇങ്ങനെ എഴുതാം. ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 8190, 8190. ഓക്കെ, 2 times 3 times 3 times 5 times 7 times 13. ഓക്കെ, എഴുതിക്ക് നോക്കി. 8190 എങ്ങനെ എഴുതി? 2 times this number, 2 times 4095. അതിനെ എങ്ങനെ എഴുതി? 3 times this number. അതിനെ ഇങ്ങനെ എഴുതി. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ബോർഡുകൾ തൂക്കിയിടുന്ന പോലെ എഴുതി വെക്കുന്നു. കുറെ കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നോക്കി. ഇവിടെ ഇത് രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ഒരെണ്ണം ഇറൈസ് ആവുന്നു. അവിടെ നിന്ന് ഒരു പുതിയ ഒരെണ്ണം ഇറൈസ് ആവുന്നു. അങ്ങനെ ഇറൈസ് ആയിട്ട് പോവുക, വളർന്ന് പോവുക അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇതൊരു ട്രീ പോലെ പോകുന്നു. സോ ഫാക്ടേഴ്സുകൾ, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സുകൾ വെച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു ട്രീ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കാണിച്ചാൽ ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ ട്രീ. അപ്പം ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? ഒരു പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. അതിന് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ എഴുതി കാണിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ഫാക്ടർ ട്രീ. ഓക്കെ, ദ സിംപ്ലസ്റ്റ് വേ ടു റെപ്രസെന്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ ഇൻ ദ ഫോം ഓഫ് എ ട്രീ ഈസ് കോൾഡ് ഫാക്ടർ ട്രീ ആസ് ഷോൺ ബിലോ. അത്രേ ഉള്ളൂ. ഇതിനെ ഫാക്ടർ ട്രീ എന്നും വിളിക്കും. ഇത് വളരെ സംഭവം ബേസിക് ആണ്, പലർക്കും അറിയാം, ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പല ടെക്സ്റ്റ് ബുക്കുകളിലും മുന്നേക്കുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ വരച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഡിവിസിബിലിറ്റി. എ നോൺ സീറോ ഇൻറ്റിജർ എ ഈസ് സെഡ് ടു ബി ഡിവൈഡ് എ ഇൻറ്റിജർ ബി മൾട്ടിപ്പിൾ എന്നൊക്കെ പറയുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞേക്കുന്നതാ. അപ്പം എ എന്താണ്? എ എന്ന നമ്പർ കൊണ്ട് ബി യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്താവണം? എയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ബി. അത് എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഡിവിസിബിലിറ്റി: എ നോൺ സീറോ ഇൻറ്റിജർ എ ഈസ് സെഡ് ടു ഡിവൈഡ് ഇൻറ്റിജർ ബി, ഓർ ബി ഈസ് സെഡ് ടു ബി divisible by a, or b is said to be a multiple of a. b എന്ത് വിളിക്കണം? എയുടെ മൾട്ടിപ്പിൾ എന്ന് വിളിക്കണമെങ്കിൽ if there exists a integer k such that b equal to ak എന്ന് പറഞ്ഞാൽ എയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ബി. അത്രേ ഉള്ളൂ. അങ്ങനെ വന്ന കേസേ ഉള്ളൂ. ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്യുമ്പോൾ ബി എന്ത് ചെയ്യുന്നു? എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഈ സെക്ഷന്റെ പ്രോബ്ലംസ് ആണ്.
അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ചെയ്യാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെയാണ് LCM കണ്ടുപിടിക്കാൻ 26, 65, 117 ഈ നമ്പറിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, LCMഉം HCF ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു കാണിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, HCF and LCM of two numbers are 9 and 459 respectively. If one of the numbers is 27, find the other number. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എന്ത് ചെയ്യും, നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. LCM ഉണ്ട്, HCF ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. അപ്പൊ രണ്ട് നമ്പറിന്റെ LCMഉം HCFഉം കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ നേരത്തെ പഠിച്ചു. എന്താ പഠിച്ചേ? ഈ ഇക്വേഷൻ പഠിച്ചു. HCF into LCM equal to A into B. ഇവിടെ നമുക്ക് എന്തുണ്ട്, HCF ഉണ്ട്, LCM ഉണ്ട്, A into Bയിൽ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ HCFഉം LCM കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കൊടുത്താൽ മതി, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് ആ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രൈം ഫാക്ടറൈസേഷൻ എഴുതിയിട്ട് നമുക്ക് അതിനെ എങ്ങനെ ചെയ്താൽ മതി, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ LCMന്റെ ഐഡിയ വെച്ച് അങ്ങ് ചെയ്താൽ ഒന്നാമത്തത് കിട്ടും. അപ്പൊ ഇവിടെ എല്ലാം എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി, ആ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാൻ പഠിച്ചാൽ എന്ത് ചെയ്യാം, HCF LCM കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ HCF LCM രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ HCFഉം LCMഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതിന്റെ ആൻസറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ആൾസോ സെയിം. എന്താണ്, HCF ഉണ്ട്, LCM കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതും അതേ മെത്തേഡ് തന്നെയാണ്. വേണ്ട, ഫൈൻഡ് ദ LCM ഓഫ് LCM ആൻഡ് HCF ഓഫ് 6 and 20 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്ത് ചെയ്യണം, 6ന്റെയും 20യുടെയും എന്ത് കാണണം, LCMഉം HCFഉം കാണണം. നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരെണ്ണം ചെയ്ത് നോക്കാം. അപ്പം ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതി നോക്കാം. 6 എങ്ങനെ എഴുതാം, 2 times 3. 20 എങ്ങനെ എഴുതാം, 2 times 5. 4 into 5 20 ആണല്ലോ. അപ്പൊ 2 square into 5 എന്ന് എഴുതാം. തലക്കോട്ടെ സിമ്പിൾ ആക്കി എങ്ങനെ എഴുതാം, 2 square into 5 എന്ന് എഴുതാം. 2 square into 5 എന്ന് എഴുതാം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം, HCF എഴുതാം. HCF എന്ത് വരും, കോമൺ നോക്കണം. കോമൺ ആകുമ്പോൾ ആരാ, 2 ഉണ്ട്, 2 square ഉണ്ട്. അപ്പൊ 2 എഴുതി, അതിന്റെ ലോസ്റ്റ് പവർ എടുക്കണം. അപ്പൊ എന്ത് വരും, 2 വരും. അപ്പൊ ഇത് വരും, HCF 2 എഴുതി. ഇനി എന്ത് നോക്കണം, LCM എടുക്കണം. അപ്പൊ എങ്ങനെ എടുക്കാം, ഇവിടെ ഉള്ള എല്ലാം എടുക്കണം. കോമൺ അല്ല, എല്ലാം ഇവിടെ വരുന്ന എല്ലാ പ്രൈമും എടുക്കണം. അപ്പൊ 2 വരും, 3 വരും, 5 വരും. ഇനി എന്ത് ചെയ്യണം, അവന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 2 square ഉണ്ട്, അതെടുക്കാം. അപ്പൊ 2 square, 3 ഉണ്ട്, 3 എടുത്തു, 5 എടുത്തു. അപ്പൊ 2 square 4 into 3 into 5. സോ ഇറ്റ് ഈസ് 60. സോ HCF 2 കിട്ടും, LCM എന്ത് കിട്ടും, 60 കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുന്നു, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്ത് തന്നെയാണ്, അതും ഇത് തന്നെയാണ്. 96 ഉണ്ട്, 360 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാൻ പറ്റും. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യാം, അത് കടന്ന് LCM കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫണ്ടമെന്റൽ തിയറം എന്നാ കൊടുത്തേക്കുന്നത്. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഫണ്ടമെന്റൽ തിയറം തന്നെയാണ് നമ്മൾ എന്താ ഐഡിയ, അത് വെച്ച് ചെയ്യുന്ന ഐഡിയയാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പം ഫണ്ടമെന്റൽ തിയറം വെച്ച് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 312 and 27 and verify that LCM in HCF is equal to product of two given numbers. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് കിട്ടും. ഇന്ത്യ നോക്കിയാൽ മതി, ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 6th ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ മോഡൽസ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ചെയ്യാൻ നിൽക്കാത്തത്. കാര്യമൊന്നുമില്ല, ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെയും അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യനും കണ്ടുപിടിക്കണം, HCF LCM കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്, കണ്ടുപിടിക്കുക. 3 നമ്പർ ഉണ്ട്, 6, 72, 120. നമ്മൾ നേരത്തെ 3 നമ്പറിന്റെ കേസ് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 3 നമ്പറിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 നമ്പർ ഉണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൽ ഇതെല്ലാം തൊട്ട് മുന്നേ പറഞ്ഞ മോഡൽസ് ആണ്. അപ്പം അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നോക്കിയേ നിങ്ങൾ, എക്സ്പ്ലെയിൻ വൈ 3 times 5 times 7 plus 7 is a കോമ്പോസിറ്റ് നമ്പർ. ഈ ഒരു നമ്പർ എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ ആകുന്നു? 3 times 5 times 7 plus 7. നോക്കാം, 3 times 5 times 7 plus 7. നോക്കൂ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡിഷൻ ഉണ്ടല്ലോ. അപ്പോ നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ചെയ്യേണ്ടി വരും ആണല്ലോ. ഇനി
ഇവിടെ ഒരു ഐഡിയ കൂടെ മനസ്സിലാക്കണം. ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി വെച്ചു. മാത്തമാറ്റിക്കൽ എഴുതി വെക്കുമ്പോൾ അവിടെ പ്ലസ് ഉണ്ടെങ്കിൽ, പ്ലസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലസിന് ഇപ്പുറമുള്ളതും ഇപ്പുറമുള്ളതും നമ്മൾ എന്ത് വിളിക്കുന്നതിനെ ടേം എന്ന് വിളിക്കും. സോ ഇവിടെ രണ്ട് ടേം ഉണ്ട്. ഒരു പ്ലസ് സൈനിന്റെ അല്ലെങ്കിൽ മൈനസ് സൈനിന്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്തായിരിക്കും എപ്പോഴും ഡിഫറെന്റ് ടേംസ് ആയിരിക്കും. അപ്പൊ ഇവിടെ 2 ടേംസ്, ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ നോക്കരുത്, പ്ലസും മൈനസും. അപ്പൊ ഇവിടെ 2 ടേം ഉണ്ട്. അപ്പൊ ഈ 2 ടേമിലും ഒരു നമ്പർ കോമൺ ഉണ്ട് അല്ലെ. ഇത് 7 അല്ലേ, ഇതും 7 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 ഇവിടുന്ന് കോമൺ ആയിട്ട് കൊണ്ടുവരാം. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, ബ്രാക്കറ്റ് വേണം. 7 ടൈംസ് എന്ന മീനിങ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഇനി ആരാ ബാക്കിയുള്ളത്, 3ഉം 5. അപ്പൊ 3 ടൈംസ് 5 പ്ലസ് ഇവിടെ 7 അങ്ങ് പോയാൽ ബാക്കി എന്താ, ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ നോക്കണം അവിടെ. അപ്പൊ 7 മീൻസ് 7 ടൈംസ് 1 ആണ്. അപ്പൊ 7 ടൈംസ് 1 നിന്ന് നമ്മൾ 7 എടുത്താൽ ബാക്കി അവിടെ 1 ആണ്. സോ ഇറ്റ് ഈസ് 7 ടൈംസ് 3 ടൈംസ് 5. അപ്പം 3 ടൈംസ് 15. 15 പ്ലസ് 1 ഇറ്റ് ഈസ് 16 അല്ലേ, ആണല്ലോ. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി അല്ലേ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 16ന്റെ മൾട്ടിപ്പിൾ ആണ്, ആണല്ലോ. എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ നമ്പറിനെ. അപ്പോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 7 ഫാക്ടർ ആണ്, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 16 ഫാക്ടർ ആണ്. നമുക്കറിയാം എല്ലാ നമ്പറിന്റെയും ഒരു ഫാക്ടർ 1 ആണ്. സോ ഇവിടെ ഈ ഒരു നമ്പറിന് ഇപ്പൊ എത്ര ഫാക്ടേഴ്സ് ആയി, 1 ഫാക്ടർ ആണ്, 7 ഫാക്ടർ ആണ്, 16 ഫാക്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്തു, ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു 7നെ കോമൺ എടുത്തു, ബാക്കി അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, 7 ടൈംസ് 16. അപ്പോ ഇവിടെ 1ഉം ഒരു ഫാക്ടർ ആണ്, 7 ഫാക്ടർ ആണ്, 16 ഫാക്ടർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആരാ, അത് കോമ്പോസിറ്റ് നമ്പറാ. ഇവിടെ നമുക്കിപ്പോ എന്ത് കിട്ടി, 3 ഫാക്ടേഴ്സ് കിട്ടി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ് കിട്ടി. സോ ദിസ് നമ്പർ ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. നമുക്ക് എന്ത് പറയാം, കണ്ണുപൂട്ടി പറയാം, ഇറ്റ് ഈസ് കോമ്പോസിറ്റ് നമ്പർ. സോ ദ എക്സ്പ്ലനേഷൻ ഈസ് ദിസ്. എന്താണ്, ഇവിടെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2 ഫാക്ടേഴ്സിലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കോമ്പോസിറ്റ്. സോ ഇറ്റ് ഈസ് ക്ലിയർലി ദ നമ്പർ ഈസ് കോമ്പോസിറ്റ്. കാരണം അവിടെ 3 ഫാക്ടർ ഇപ്പൊ തന്നെ കിട്ടി, ഇനിയും ഫാക്ടേഴ്സ് വരും. ഇവിടെ 60 ഉള്ളതുകൊണ്ട് 2 വരും, ഫാക്ടർ ആണ്, 4 ഫാക്ടർ ആണ്. നമ്മൾ അതൊന്നും എഴുതാൻ പോണ്ട, നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി, ജസ്റ്റ് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ നമുക്ക് 3 ഫാക്ടർ കിട്ടി. ഓക്കെ, സോ ഇറ്റ് ഈസ് കോമ്പോസിറ്റ്. അപ്പൊ എക്സ്പ്ലെയിൻ വൈ ദിസ് നമ്പർ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഒരു നമ്പർ കോമ്പോസിറ്റ് ആകുമ്പോൾ മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരണം. അപ്പം നമ്മൾ നോക്കേണ്ടത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് നോക്കിയാൽ മതി, അത് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു 16 കിട്ടി, ഒരു 7 കിട്ടി, പിന്നെ ഒരു 1 ഉണ്ട് ഓൾറെഡി. അപ്പം 3 അപ്പൊ തന്നെ ആയി, 3 ഫാക്ടേഴ്സ് കിട്ടിയപ്പോൾ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആയി. സോ നമ്പർ ഈസ് കോമ്പോസിറ്റ്. അപ്പൊ ക്ലിയർലി അത് പറയാൻ പറ്റും. ഇത്രേ ഉള്ളൂ കഥ. ക്വസ്റ്റ്യൻ നോക്കിയേ, 12th ക്വസ്റ്റ്യൻ. 3 bells toll at intervals of 9, 12, 15 minutes respectively. If they start tolling together, after what time will they next toll together? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ്. ഇവിടെ എത്ര ബെല്ലുണ്ട്, 3 ബെല്ലുണ്ട്. 3 bells toll at intervals of 9, 12, 15 minutes എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല് ഇപ്പൊ ഒരുമിച്ച് 3 ബെല്ലുണ്ട്, 3 ബെല്ലുണ്ട്, ഒരെണ്ണം ഇപ്പൊ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ 1ാമത്തെ ബെല്ല് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ഓരോ 9 മിനിറ്റ് ഗ്യാപ്പിലും എന്ത് ചെയ്യും, ഇന്റർവെൽ മീൻസ് ആ ഇന്റർവെല് ആ ടൈം കഴിയുമ്പോൾ അടിക്കും. അപ്പോൾ 1ാമത്തെ ബെല്ല് 9 മിനിറ്റ് ഗ്യാപ്പിൽ അടിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 9 മിനിറ്റിൽ അടിക്കും അടുത്തത്. അത് കഴിഞ്ഞാൽ വീണ്ടും എപ്പോൾ അടിക്കുക, അടുത്തത് അതിന്റെ അടുത്ത 9 ആകുമ്പോൾ 18 വരും അല്ലേ, അതല്ലേ ഗ്യാപ്പ് വരുന്നത്. അപ്പം ഇപ്പം ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത 9 അടിക്കും, പിന്നെ അടുത്ത നെക്സ്റ്റ് 9 എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും അതിന്റെ അടുത്ത മൾട്ടിപ്പിൾ ആണ് ബേസിക്കലി. അപ്പം ഓരോ 9ന്റെ മൾട്ടിപ്പിൾസിൽ അടിക്കും അല്ലേ, 27 അങ്ങനെ പോകും അല്ലേ. ഇവിടെ അടുത്ത ബെല്ല് എങ്ങനെയാ, 12 മിനിറ്റ് ഗ്യാപ്പിലാണ് അടിക്കുന്നത്. അപ്പം 12 മിനിറ്റ് മീൻസ് 12 മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഓരോ 12 മിനിറ്റ് കഴിയുമ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയാൻ മൾട്ടിപ്പിൾ ഓഫ് 12 ആണ്. 12, 24, 36 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത 15 മിനിറ്റ് ഗ്യാപ്പാ. അപ്പം 15ന്റെ മൾട്ടിപ്പിൾസാ, 15, 30, 45 ഇങ്ങനെ പോകും. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ബെല്ലും അടിക്കുന്ന ഇന്റർവെല്ലുകളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിളുകളിലാണ്.
9 മിനിറ്റ് ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കും, അടുത്ത 9 മിനിറ്റ് വീണ്ടും ബെല്ലടിക്കും. അപ്പം 9 മിനിറ്റ് കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. മറ്റേത് മൾട്ടിപ്പിൾ ഓഫ് 12 ആണ്, മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്, 3 എണ്ണം. ഇത് ഒരുമിച്ച് വരുന്നത് എപ്പോഴായിരിക്കും? ഈ മൾട്ടിപ്പിൾസ് എന്താവണം? ഒരുമിച്ചാവണം, ആണല്ലോ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ നമ്പറിന്റെ മൾട്ടിപ്പിൾ എഴുതി പോകുമ്പം അടുത്ത് വരുന്ന ഇത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതി പോകുമ്പം ആദ്യം വരുന്ന കോമൺ മൾട്ടിപ്പിളിൽ എന്ത് ചെയ്യുള്ളൂ? ഒത്തടിക്കുള്ളൂ, അല്ലേ? ബെല്ല്. അപ്പോ ആദ്യം വരുന്ന എന്ന് പറഞ്ഞാൽ നമ്പർ നമ്മൾ എഴുതി സ്റ്റാർട്ട് ചെയ്ത് ആദ്യം വരുന്ന കോമൺ മൾട്ടിപ്പിൾ അതെപ്പോഴും എന്തായിരിക്കും? LCM ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നേ? ഈ ബെല്ലുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര ടൈം കഴിയുമ്പോൾ ഒരുമിച്ച് ബെല്ലടിക്കും? 3 bells ടോൾ ടുഗദർ ഒരുമിച്ച് അടിക്കും. എന്താണ് മീനിങ്? മൾട്ടിപ്പിൾസ് ഒരുപോലെ വരണം. തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ, വിച്ച് മീൻസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ എന്താ വേണ്ടത്? 9, 12, 15 ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ച് കൊടുത്താൽ ഇതിന്റെ ആൻസർ ആയി. അപ്പോൾ LCM കണ്ടുപിടിക്കുന്നതിന്റെ ഒരു വേർഡ് പ്രോബ്ലം ആണ് എന്ത് ചെയ്തേക്കുന്ന ഇവിടെ ചോദിച്ചേക്കുന്ന. സോ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ ഇത് വളരെ ഈസിയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. അതിന്റെ ആൻസർ നോക്കാം, എന്താവും നോക്കാം. 9 ആകുമ്പോഴത്തേക്ക് എന്താണ്? 9 ഈസ് 3 square, 12 ഈസ് 2 square times 3, 15 ഈസ് 3 times 5. സോ LCM എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാം എഴുതണം. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 2 times 3 times 5. നെക്സ്റ്റ് ഇവിടെ LCM ആയതുകൊണ്ട് ഹയർ പവർ 3 square ബാക്കി 3 ആണ്. 3 square എഴുതണം. 2 square ഉണ്ട് എഴുതി. 2 square into 3 square into 5. 2 square into 3 square into 5 ആകുമ്പോൾ എന്ത് വരും? 2 square 4 into 9 into 5. So 4 times 5 20 into 9 is 180. So after 180 minutes എന്ത് ചെയ്യും? This bell, 3 bells toll together. മനസ്സിലായോ? അപ്പം ഈ 180 LCM കിട്ടിയപ്പോൾ എന്ത് പറയാം? 180 minutes, after 180 minutes എന്ത് ചെയ്യും? ഈ ബെല്ലുകൾ ഒരുമിച്ചടിക്കും. 180 means 3 hours, അല്ലേ? 1 മിനിറ്റ്, 1 മണിക്കൂർ, 1 hour means 60 minutes. അപ്പൊ എന്ത് ചെയ്യും? നെക്സ്റ്റ് 3 hours കഴിയുമ്പം എന്ത് ചെയ്യും? 3 ബെൽസും ഒരുമിച്ച് എന്ത് ചെയ്യും? ടോൾ ചെയ്യും. അപ്പൊ ആൻസർ 3 hour എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 minutes എന്ന് എഴുതാം. സോ ആഫ്റ്റർ 180 minutes ദാറ്റ് ഇസ് ആൻസർ. സോ മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് വരുന്ന കേസ് എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്പിൾ ആണ് ഇവിടെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ സംഭവം സിമ്പിൾ ആണ്, ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. Next question 13. Sita takes 35 seconds to pack and label a box. For Ram, the same job takes 42 seconds, and for Geeta it takes 28 seconds. So if they all started using labeling machines at the same time, after how many seconds will they be using the labeled machines together? എന്ത് ചെയ്താൽ മതി? തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരുമിച്ച് വരുമ്പോൾ എപ്പോൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ LCM ആണ്. സെയിം മെത്തേഡ് ചെയ്താൽ മതി. ഹിന്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, നമ്മളൊരു ഐഡിയ പറഞ്ഞു വെക്കാൻ പോകും അടുത്ത. ഇപ്പോ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. കൺസിഡർ ദ നമ്പർ 4n where n is a natural number. n എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. 4n മീൻസ് 4:1, 4:2, 4:3 അങ്ങനെ വരും. n എന്താ? നാച്ചുറൽ നമ്പറാ. ചെക്ക് വെദർ there is any value of n belong to natural number n for which 4n ends with the digit 0. നമ്മൾ നോക്കേണ്ടത് എന്താ? നമുക്കൊരു നമ്പർ ഇപ്പോൾ ഉണ്ട്, 4n നമ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 4n എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0. 0 എന്ന ഡിജിറ്റ് വെച്ച് എൻഡ് ചെയ്യുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം. 20 എൻഡ് വിത്ത് 0 അല്ലേ? എൻഡ് വിത്ത് 0, അപ്പൊ 2 ഇട്ടാണെന്ന് എഴുതാം നമുക്ക്, അല്ലേ? അപ്പം 350 എൻഡ് വിത്ത് 0, സോ 35 times 10. അപ്പൊ ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു നമ്പർ 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഷുഡ് ബി എൻഡ് വിത്ത് 0. നമുക്കറിയാം. അപ്പോ 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ 10നെ എങ്ങനെ എഴുതാം? 10 is equal to 2 times 5 അല്ലേ? 10 equal to 2 times 5 അല്ലേ? അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് വന്നാൽ മതിയോ? പോരാ, 2ഉം വരണം, 5ഉം വരണം. 2ന്റെയും 5ന്റെയും ബോത്ത് ദ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5 ആയാലും എന്ത് പറയാൻ പറ്റൂ? ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10.
2ന്റെ മൾട്ടിപ്പിളുമാണ് 5ന്റെ മൾട്ടിപ്പിളുമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എക്സാമ്പിൾ എഴുതി കാണിക്കാം. 55 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. പക്ഷെ എന്തല്ല, ലാസ്റ്റിൽ 0 ഇല്ല. കാരണം 55ന് എങ്ങനെ എഴുതാൻ പറ്റൂ? 5 times 11. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇവിടെ എന്തില്ല? 2 ഇല്ല. കുറെ കൂടെ സിമ്പിൾ ആക്കി പറഞ്ഞാൽ 55ന്റെ ഒരു ഫാക്ടർ 5 ഉണ്ടെങ്കിലും 2 എന്തല്ല? ഫാക്ടർ അല്ല. അപ്പം സപ്പോസ് 60 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 times 3 times 2 square times 3 times 5. 2 square 4, 4 3 12 into 55 60. ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 5 ഉണ്ട്. 2ഉം 5ഉം ഉണ്ടോണ്ട് 10 ഉണ്ട് എന്ന് വെച്ചാൽ n 0 ആയിരിക്കും. അപ്പം 2ഉം 5ഉം പ്രൈം ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് n 0 എന്ന് പറയാം. ഉറപ്പല്ലേ? അപ്പോ ഇവിടെ ഉള്ള ഐഡിയ ഇങ്ങനെയാണ്. ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ there should be the prime factors both 2 and 5. both 2 and 5. 2ഉം 5ഉം പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നാലേ ബോത്ത് ആണ്. both 2 and 5 should be the prime factors. ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സ് 2ഉം 5ഉം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? n 0 ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ നമ്പർ എന്താ? അത് 4 raised to n അല്ലേ? എന്ന് പറഞ്ഞാൽ 4 raised to n മീൻസ് 4 times 4 times 4 times കൊണ്ടിരിക്കും. അപ്പൊ കുറെ അവിടെ എന്താ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ നമ്പർ എന്താ? 4 raised to n. സോ മീൻസ് 4 times 4 times 4 times കുറെ 4 മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. എടാ 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 times 2 അല്ലേ? ഇപ്പൊ 2 സ്ക്വയർ അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാ 4ഉം 2ന്റെ പവറാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി ഈ 4 raised to n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 square raised to n എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്പറിലുള്ള പ്രൈം ഫാക്ടർ ആര് മാത്രമേ വരൂ? 2 മാത്രമേ വരൂ. 2ന്റെ പവർ അല്ലേ എഴുതിയിരിക്കുന്നേ? 2 square 4, 2 into 2 into 2 into 2 into കുറെ 2 വരുമ്പോൾ 4കളിൽ കുറെ വരും, അത്രേ ഉള്ളൂ. ഒരു 4 ആകുമ്പോൾ 2 2 വരും, അത്രേ ഉള്ളൂ. അപ്പൊ 2 സ്ക്വയറിന്റെ പവറാ എന്ന് പറഞ്ഞാൽ 2ന്റെ പവർ സിമ്പിളി. അപ്പൊ 2ന്റെ പവർ എന്ന് പറയുമ്പം ഈ 4 raised to n എന്ന നമ്പറിൽ ആര് മാത്രമേ ഉള്ളൂ? പ്രൈം ഫാക്ടർ 2 ഉള്ളൂ. എന്തില്ല? 5 പ്രൈം ഫാക്ടർ ആണോ? അല്ല. നമ്മുടെ ആൻസർ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 10 എങ്ങനെ എഴുതാം? 10 ഈസ് 2 times 5 ആണല്ലോ. അപ്പം 10 എങ്ങനെ എഴുതാം? അപ്പൊ 2ഉം 5ഉം പ്രൈം ഫാക്ടർ ഉണ്ടെങ്കിൽ എന്ത് ആയിരിക്കും? n 0 ആയിരിക്കും. 4 raised to n-ന്റെ പ്രൈം ഫാക്ടർ ആരൊക്കെയാണ്? 2 മാത്രം. ഇവിടെ എന്തല്ല? 5 ഈസ് നോട്ട് എ പ്രൈം ഫാക്ടർ ഓഫ് 4 raised to n, it cannot end with the digit 0. കാരണം 10 എന്ന് പറയുമ്പോൾ 2 times 5 ആണ്. 10ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴേ എന്തിൽ അവസാനിക്കത്തുള്ളൂ? 0യിൽ എൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്തല്ല? 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 2ന്റെ 5ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇവിടെ 2ന്റെ മാത്രം മൾട്ടിപ്പിൾ ആണ്. 5 ഉണ്ടോ? 5 ഈസ് നോട്ട് എ പ്രൈം ഫാക്ടർ ഓഫ് 4 raised to n. 4 raised to n ഒരു പ്രൈം ഫാക്ടർ 5 അല്ല. 5 ഇല്ല. അപ്പൊ എന്ത് പറയാം? ഇതെന്ത് ചെയ്യില്ല? ഒരിക്കലും n 0 ആവില്ല. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എക്സാമിന് വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം ഇതിന് പകരം 6 raised to n ചോദിക്കാം. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. 6 raised to n. ഇവിടെ നോക്കേണ്ടത് 6 ആരാ? 6 raised to n മീൻസ് 6 into 6 into 6 times 6 times 6 അതേ ഉള്ളൂ. അപ്പം എല്ലാം 6കളാ. 6 ആരാണ്? ഇറ്റ് ഈസ് 2 times 3. ഇവിടെ 2 ആണ് പ്രൈം, 3 ആണ് പ്രൈം. 2ഉം 3ഉം പ്രൈം ആണ്. 5 ഉണ്ടോ? ഇവിടെയും 5 ഇല്ല. ഇതൊക്കെ സ്ഥിരം ഉള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ 15 raised to n വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്തേ ഉള്ളൂ? 15 times അങ്ങനെ പോകും. അപ്പൊ അവിടെ ആര് മാത്രമേ ഉള്ളൂ? 3 times 5 ആണ് 15. അപ്പൊ 3ഉം 5ഉം ഉണ്ട്. അപ്പൊ ആരില്ല? 2 ഇല്ല. അപ്പം 2 ഇല്ല എങ്കിൽ അതെന്തല്ല? 2 പ്രൈം ഫാക്ടർ അല്ലെങ്കിൽ അതിൽ 0 എൻഡ് ചെയ്യില്ല. 5 അല്ലെങ്കിലും എൻഡ് ചെയ്യില്ല. അപ്പൊ രണ്ടും വരണം. 2ഉം 5ഉം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രൈം ഫാക്ടർ 2ഉം 5ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം എന്താണ്? ഇറ്റ് ഈസ് എൻഡ് വിത്ത് 0. അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ല. രണ്ടും വരണം. ആ നോക്കേണ്ട കാര്യം. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുമ്പോഴത്തേക്ക് 2ഉം വരണം 5ഉം വരണം. അതാണ് പോയിന്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ദിസ് 14th ക്വസ്റ്റ്യൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്.